നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട് എംപി പ്രിയങ്ക ഗാന്ധി വയനാട് പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി അമിത് ഷായെ കണ്ട അതേ ദിവസം ഡൽഹിയിൽ മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും അമിത് ഷായെ കാണാതെ കേരളത്തിലേക്ക് മടങ്ങിയത് എന്തിന്? കേരളവും വയനാടും ഒരുപോലെ ആഗ്രഹിക്കുന്ന വയനാട് പാക്കേജാണോ അതോ റോഡുകളാണോ പിണറായിക്ക് വലുത്? അതോ മകളെ രക്ഷിക്കുവാനുള്ള കൂടിക്കാഴ്ചയാണോ നടന്നത് എന്ന തരത്തിലുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ആളാണെന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം 5 തവണ പോലും പിണറായി അമിത് ഷായെ കണ്ടിട്ടില്ല. വയനാടിനും ദുരന്ത സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ പഴിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നേരിൽ കണ്ട് സമർപ്പിച്ച നിവേദനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടിയിൽ സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നവംബർ 13 മുൻപ് തന്നെ കേന്ദ്രവിരുദ്ധ പ്രചാരണം സംസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് BJPയുടെ ദേശീയ നേതാവും ദേശീയ പാതാ മന്ത്രിയുമായിട്ടുള്ള നിതിൻ ഗഡ്കരി. ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വപ്രസിദ്ധമാണ്. നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൌസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇതാണ് സംഗതിയുടെ കിടപ്പുവശം എന്നിരിക്കെയാണ് സന്ദർശന ലക്ഷ്യം ചർച്ചയാകുന്നത്. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസമാണ് വരുത്തിയത്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും നിവേദനം സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണ് എന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നു. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ അമിത്ഷായുടെ കുറിപ്പ് എക്സിൽ പങ്കുവച്ച പ്രിയങ്ക പറയുകയുണ്ടായി. ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കുവാനുള്ള ശ്രമങ്ങളിൽ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം. വയനാട്ടിലെ ജനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അവർക്ക് ഒഴിവുകഴിവുകളല്ല ആവശ്യം. അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായമാണ് വേണ്ടത്. മുറിവുണക്കുവാനും ജീവിതം പുനർനിർമ്മിക്കുവാനും സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി നിലകൊള്ളും. കേന്ദ്രവും സംസ്ഥാനവും മുന്നിട്ടിറങ്ങി വയനാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ പഴിക്കാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും സമയം ചെലവഴിക്കുന്നത്. അതേസമയം വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ ശക്തമായി വിമർശിച്ച ഹൈക്കോടതിയും രംഗത്തെത്തി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ല എന്ന് വിമർശിച്ച കോടതി മാസങ്ങളോളം ഫണ്ട് വൈകിയതെന്തേ എന്നും ചോദിച്ചു. ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല എന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു രൂക്ഷ വിമർശനം ഉണ്ടായത്. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനാവാത്തതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധ്യമായ എല്ലാ സമയവും നൽകി. ഇനിയും സമയം നൽകാനാവില്ല എന്ന് ഹൈക്കോടതിയും പറഞ്ഞു. തുടർന്ന് SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം നൽകുകയും ചെയ്തു. 677 കോടി രൂപ ദുരന്തം നേരിടാൻ മതിയായ ഫണ്ടല്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ മറുപടി നൽകിയപ്പോൾ അത് തങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നും ഹൈക്കോടതിയുടെ മറുപടിയും വന്നിരുന്നു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. 677 കോടി രൂപ ഫണ്ടിലുണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ല. തുക പാസ്ബുക്കിൽ ഉണ്ടാവും, എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉണ്ടോ എന്ന് സർക്കാരിന് അറിയില്ല എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ദുരന്തമുണ്ടായ സമയത്ത് ഈ ADRFന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അതിൽ എത്ര രൂപ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയും? ദുരന്തമുണ്ടായി ഇന്നുവരെ ഇടക്കാല ഫണ്ടായി കേന്ദ്രം എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്ന് കേന്ദ്രവും വ്യക്തമാക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാരിനും അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. അപ്പോഴും നിതിൻ ഗഡ്കരിയെ കണ്ട് സായുജ്യം മടങ്ങുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ചെയ്യുന്നത്. ഭാവിയിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാവും
ഉണ്ടാവുമെന്നതും അത് പരിഹരിക്കാൻ നൽകിയ പ്ലാനുകളോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചുവെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. ഭാവിയിൽ കേരളത്തിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു 20 കൊല്ലം മുന്നിൽ കണ്ടുകൊണ്ട് 2044 വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിനോട് വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. നൽകിയ പ്ലാനുകളെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്നും മന്ത്രി പറയുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PM മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗഡ്കരിയുടെ അനുകൂല സമീപനത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലും കുറിച്ചിട്ടുണ്ട്. ഗഡ്കരി മുഖ്യമന്ത്രിയുടെ സ്വന്തം കാര്യത്തിൽ പോസിറ്റീവായി പ്രതികരിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തയാഴ്ച എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് SFIO കേന്ദ്രത്തിന് നൽകും. അമിത്ഷായെ കണ്ട് സഹായം ചോദിക്കാൻ മുഖ്യമന്ത്രിക്കും മരുമകനും സാധ്യമല്ല. കാരണം പിണറായിയുടെ 1-ാം നമ്പർ ശത്രുവാണ് അമിത്ഷാ. അദ്ദേഹം അടുക്കുകയുമില്ല, കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ചില പോളിസികളുടെ ഫലമായാണ് അമിത്ഷാ പിണറായിയെ പിണക്കാതിരിക്കുന്നത്. അതിന് പ്രധാനമന്ത്രിയുടെ അംഗീകാരം കൂടി അത്യന്താപേക്ഷിതമാണ് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിനെ ഇല്ലാതെയാക്കാൻ ആഗ്രഹിക്കുന്ന അമിത്ഷാ പിണറായിയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ അന്തകനെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിണറായിയുടെ തന്ത്രങ്ങൾ അമിത്ഷാ വിശ്വസിക്കുകയുമില്ല. ഗഡ്കരിയെ കൊണ്ട് അമിത്ഷായോട് ശുപാർശ ചെയ്യുകയാണ് പിണറായിയുടെ ഉദ്ദേശമെങ്കിലും അത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. SFIO റിപ്പോർട്ട് വന്നതിൽ പിന്നാലെ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടത് വെറുതെയല്ല എന്ന് പൊതുപ്രവർത്തകർ പറയുന്നത് നിസ്സാരമായി തള്ളരുത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഒരാഴ്ചയ്ക്കകം കേസിലെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നത് എന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു. കോൺഗ്രസ് വക്താവും രാജ്യസഭാ MPയുമായ ജയറാം രമേശാണ് അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. കനത്ത മഴ കാരണമുള്ള പ്രകൃതിക്ഷോഭ സാധ്യത സംബന്ധിച്ച് കേരളത്തിൽ 7 ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. കേരള മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും അദ്ദേഹം വയനാട് ദുരന്തം ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ അവകാശപ്പെടുകയുണ്ടായി. ഇത് വാസ്തവവിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയതിൽ അപകടം നടന്ന ദിവസമായ ജൂലൈ 30 രാവിലെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണവും ഉണ്ടായിരുന്നു. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ജൂലൈ 30 അതിരാവിലെയാണ് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേന്ദ്രം കൃത്യമായ ചുവന്ന കാർഡ് നൽകുന്നത് പതിവായിരുന്നു എന്നും അമിത്ഷായും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും വയനാട് ദുരന്ത പാക്കേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ താല്പര്യവുമില്ല. അതിപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ട് അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ ആഗ്രഹവുമില്ല എന്ന് വ്യക്തമാവുകയാണ് ഈ ഘട്ടത്തിൽ. എന്തായാലും അവരുടെ കുടുംബത്തെ പോറ്റുവാനും അവരുടെ കുടുംബത്തെ പുനർനിർമ്മിക്കുവാനും വേണ്ടി അവിടുത്തെ ഗൃഹനാഥന്മാർ കഴിയുന്നത്ര പറ്റുന്ന പോലെയൊക്കെ തന്നെ കഷ്ടപ്പെടുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്.